നിങ്ങൾക്കറിയാം, ദി സബ്ജക്ട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു ത്രീ ലിസ്റ്റ് ഇൻ ദി 7th ഷെഡ്യൂൾ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതാ വരുന്നു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് അഗ്രികൾച്ചർ, കൃഷി. ഇതൊക്കെ എടുത്ത് ചോദിക്കുന്ന വിഷയമാണ്. നിങ്ങളുടെ ഈ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുമല്ലോ, മാച്ച് ദി ഫോളോയിങ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, ഭയം ഒരു രോഗമാണ്. ആ രോഗത്തിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് ആത്മവിശ്വാസം മാത്രമാണ്. നേടുമെന്ന് ഉറച്ചു തീരുമാനിച്ചാൽ തോൽക്കുമെന്ന ഭയം പടിയിറങ്ങുക തന്നെ ചെയ്യും. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് തന്നെ പറയാം. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ സാധാരണ ഒരുപാട് പറയാത്തൊരു മേഖലയാണിത്. നമ്മളെപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, DPSP, ഇങ്ങനെ ഉള്ള ചില ബേസിക് ടോപ്പിക്സുകളാണ് എപ്പോഴും നമ്മൾ വലിയ പരിഗണന കൊടുത്ത് പഠിക്കുകയും കൂടുതൽ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്ന് നമുക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ചില മേഖലകളുണ്ട് നമ്മളെ പലപ്പോഴും കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ വരുന്ന ചില മേഖലകൾ. അതിലെ ഒന്നാണ് ഈ ടോപ്പിക്ക്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ഇവിടെ ഇച്ചിരി അധികം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് വ്യക്തമായി തന്നെ പഠിച്ചു പോകാം. ഇവിടെ ഈ മേഖലയിൽ നിന്ന്, ഈ ടോപ്പിക്കിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില പ്രീവിയസ് ചോദ്യങ്ങൾ, ഒരു 2-3 പ്രീവിയസ് ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിട്ട്, പതിവ് പോലെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച 2025 ചോദിച്ചൊരു ചോദ്യമാണ് ഇതാ കിടക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? തൊഴിൽ സംഘടനകൾ, ട്രേഡ് യൂണിയൻസ് എന്ന് പറയും അല്ലേ, പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത്, മൃഗസംരക്ഷണം, അനിമൽ ഹസ്ബൻഡറി, മായം ചേർക്കൽ. നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ ഏതൊക്കെ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അറിഞ്ഞുകൂടാമെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കുക, കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ നോക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ കൺകറൻറ്റ് ലിസ്റ്റിൽ മാത്രമല്ല, യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും ഒക്കെ ഉൾപ്പെട്ട വിഷയങ്ങൾ ഇതിനകത്ത് കാണാം. നമുക്കത് പരിശോധിക്കാം. ലിസ്റ്റുകളൊക്കെ നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? കണ്ടോ. അപ്പോൾ ഇത് 2025 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായില്ലേ, ലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന 3 ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരങ്ങൾ വിഭജിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ലിസ്റ്റുകൾ. നമ്മൾ പഠിക്കാൻ പോവുകയാണ്, വിശദമായി പഠിക്കാം. ഇവിടെ നോക്കൂ, താഴെ തന്നിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഇത്: ഫിഷറീസ്, കാർഷിക വരുമാന നികുതി, വില നിയന്ത്രണം, ലോട്ടറീസ്. നമ്മൾ ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ ഞാൻ വിശദമായി തന്നെ പറയാം, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിച്ചു തന്നെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ക്ലിയറായോ? ഒരു ചോദ്യവും കൂടെ മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചോളുക. എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ചോദ്യം ഒന്നുകൂടി വായിച്ചിട്ട് നിങ്ങളതിൻ്റെ ആൻസർ കണ്ടെത്തുക. ചേരുംപടി ചേർക്കുക, മാച്ച് ദി ഫോളോയിങ് ആണ്. യൂണിയൻ ലിസ്റ്റ് വനം, സംസ്ഥാന ലിസ്റ്റ് സൈബർ നിയമങ്ങൾ,
കൺകറന്റ് ലിസ്റ്റ് സെൻസസ്, അവശിഷ്ടാധികാരം ജയിലുകൾ, ഇതിൽ ഏതാണ് ചേരുന്നത്? അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പറയുക. ഇതൊന്നും നിങ്ങൾക്ക് വിഷയമേ ആകില്ല, ഒരു ബുദ്ധിമുട്ടും ആകില്ല. ഞാൻ ഉറപ്പ് പറയുകയാണ്, നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഇതെല്ലാം ഭംഗിയായി നിങ്ങൾക്ക് ആൻസർ പറയാൻ ആയിരിക്കും, ഉറപ്പായിട്ടും കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതാ വീണ്ടും ഉണ്ട്. നമുക്കതൊന്നും പറഞ്ഞ് ഇപ്പോൾ സമയം കളയേണ്ടതില്ല. കാരണം ഈ ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു സെഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്കിതെല്ലാം വിശദമായി തന്നെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇപ്പോഴും ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കുക. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾ ക്ലാസ് എല്ലാം കണ്ടതിന് ശേഷം ഈ ചോദ്യത്തിലേക്കൊന്ന് തിരിച്ചു വന്നിട്ട് ആൻസർ ചെയ്യാൻ കഴിയുമോ എന്നൊന്ന് പരിശോധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. അതിനു മുമ്പ്, ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എവിടെയാണ്, ഏത് രാജ്യത്താണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള രാജ്യത്താണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് എങ്ങനെയുള്ള രാജ്യങ്ങളിലാണ്? ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ്, അല്ലേ? ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, there are two types of government, central government and state government. Both the governments have autonomic power. സെൻട്രൽ ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും സ്വയംഭരണ അവകാശങ്ങളുള്ള രണ്ട് തരം ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഭരണ സംവിധാനത്തിൻ്റെ പേരാണ് ഫെഡറൽ സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്. യൂണിറ്ററി സിസ്റ്റത്തിൽ ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. കാരണം അവിടെ ഒറ്റ ബന്ധമേ ഉള്ളൂ, എല്ലാ അധികാരവും യൂണിയൻ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു, അല്ലേ? യൂണിറ്ററി സിസ്റ്റം, ഓൾ ദി പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ. അണ്ടർ യൂണിറ്ററി സിസ്റ്റം ദി സ്റ്റേറ്റ്സ് ഹാവ് നോ ഓട്ടോണമിക് പവർ. Under unitary system, states are responsible to obey blindly the orders and instructions given by center. അതുകൊണ്ട് അവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ഇവിടെ റിലേഷൻഷിപ്പ് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യത്താണ്. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിന് ഉദാഹരണമാണെന്ന് നിങ്ങൾക്കറിയാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിതിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, The Constitution of India establishes a federal system. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിലാണ്. അവിടെ ഒരു കാര്യം കൂടെ ഓർക്കണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഓർക്കണം. The word federal is not mentioned in the Constitution. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടാത്ത പദം എന്ന് വെച്ചാൽ അതും ഫെഡറലാണ്. പക്ഷെ നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിന് ഉദാഹരണമാണ്, ഫെഡറൽ സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ ശരി തന്നെയാണ്. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷസ് എ ഫെഡറൽ സിസ്റ്റം ബൈ ഡിവൈഡിങ് ഓൾ പവേഴ്സ്. ആരുടെ പവേഴ്സ്? സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. ഇതാ കിടപ്പുണ്ട്, സെൻറ്റർ ആൻഡ് ദി സ്റ്റേറ്റ്. ഫെഡറൽ സിസ്റ്റം ബൈ ഡിവൈഡിങ് ഓൾ പവേഴ്സ്. ഏതൊക്കെ മേഖലകളിലുള്ള അധികാരങ്ങളാണ് ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത്? അതൊന്ന് ശ്രദ്ധിക്കണം. ഏതൊക്കെ? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ. ഈ മൂന്ന് തലങ്ങളിലുമുള്ള അധികാരങ്ങളാണ് വിഭജിക്കുന്നത്. അതായത് ലെജിസ്ലേറ്റീവ്, നിയമനിർമ്മാണ അധികാരം, ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്രത്തിനുമുണ്ട് സംസ്ഥാനത്തിനുമുണ്ട്. എക്സിക്യൂട്ടീവ് അധികാരം, ഭരണനിർവഹണത്തിനുള്ള അധികാരം കേന്ദ്രത്തിനുമുണ്ട് സംസ്ഥാനത്തിനുമുണ്ട്. ഫിനാൻഷ്യൽ, സാമ്പത്തികമായ പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം കേന്ദ്രത്തിനുമുണ്ട് സംസ്ഥാനത്തിനുമുണ്ട്. അപ്പോൾ ഈ മൂന്ന് മേഖലകളിലുള്ള അധികാരങ്ങളെയാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായിട്ട് വിഭജിച്ച് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷസ് എ ഫെഡറൽ സിസ്റ്റം ബൈ ഡിവൈഡിങ് ഓൾ പവേഴ്സ്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്.
For the effective operation of this federal system, the Constitution contains elaborate provisions to regulate various dimensions of relationship between two levels of government. നമ്മുടെ ഈ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഈ 3 മേഖലകളിലുള്ള അധികാര വിഭജനം നമ്മൾ പല ഡയമെൻഷനിൽ നിന്ന് നോക്കി കാണണം. അതായത് പല തലങ്ങളിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ടാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. അതായത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിന് അധികാരമുള്ളത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് സംസ്ഥാനത്തിന് അധികാരമുള്ളത്, ഇനി ഏത് പരിധി വരെ നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിന് അവകാശമുണ്ട്, ഏത് പരിധി വരെ സംസ്ഥാനത്തിന് അവകാശം, അങ്ങനെ വിവിധ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നമുക്കിത് നോക്കിക്കാണാം ഈ അധികാരങ്ങളെ. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, ഈ 3 തലങ്ങളിൽ മാത്രമേ അധികാര വിഭജനമുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നല്ലേ പറയുന്നത്. ജുഡീഷ്യറി ഇവിടെ വന്നിട്ടില്ലല്ലോ. ജുഡീഷ്യറിയുടെ അധികാരങ്ങളെ ഒരിക്കലും വിഭജിക്കുന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. ലെജിസ്ലേറ്റീവ് പവർ, എക്സിക്യൂട്ടീവ് പവർ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പവർ, ഇതിനെ മാത്രമേ വിഭജിക്കുന്നുള്ളൂ. അവിടെ നിങ്ങൾ ഓർക്കണം എന്താണ്, ദി ജുഡീഷ്യൽ സിസ്റ്റം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു എൻഫോഴ്സ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോ. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിവൈഡഡ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വേണ്ടി ഒരിക്കലും ജുഡീഷ്യറി വിഭജിക്കുന്നില്ല. സുപ്രീം കോടതി എന്ന് പറയുന്നത് കേന്ദ്രത്തിന് മാത്രമുള്ള കോടതിയല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള കോടതിയാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള സ്ഥലങ്ങളുടെയും പരമോന്നത കോടതി തന്നെയാണ് ഏത്? സുപ്രീം കോടതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന കോടതിയാണ് എന്ന് പറഞ്ഞാലും അതിന് സംസ്ഥാനങ്ങൾ കടന്നുള്ള അധികാരവും ഉണ്ട് താനും. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ പവറിനെ ഒരിക്കലും ഡിവൈഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരം ഇത് മാത്രമാണ്. ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു എൻഫോഴ്സ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലാ. കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദർ ഈസ് നോ ഡിവിഷൻ ഓഫ് ജുഡീഷ്യൽ പവർ. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. നമ്മൾ എവിടെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞത്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ ഓൺലി. Judicial power is not divided into central and state because Indian judiciary is an integrated judiciary. It is a system of integrator, and it is an integrated system എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കി പോവുക. നോക്കൂ, ദി റിലേഷൻഷിപ്പ് ഈസ് ടിപ്പിക്കലി സ്റ്റഡീഡ് അണ്ടർ ദി 3 heads. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏത് തരം? 3 തരത്തിലുള്ള റിലേഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ 3 ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാം. ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ. ഓരോന്നും വ്യക്തമായി തന്നെ പഠിക്കണം. ആദ്യം ലെജിസ്ലേറ്റീവ് റിലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ്. അത് ഏത് ആർട്ടിക്കിളുകളിലാണ്, ഏത് പാർട്ടിലാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ആദ്യം പഠിക്കുക. നോക്കൂ, ആർട്ടിക്കിൾ 245 to 255 ഓർക്കാൻ എളുപ്പമുണ്ട്. 245 മുതൽ 255 വരെ പാർട്ട് 11. പാർട്ട് 11 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണാധികാരങ്ങൾ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. ഏതൊക്കെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാരമെന്നും അങ്ങനെ തിരിച്ചിരിക്കുന്ന ഭരണഘടനയിലെ പാർട്ട് 11 ആണ്. ആർട്ടിക്കിൾ 245 to 255 ആണ്. ക്ലിയർ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ deals with the legislative relation between central and state. There are 4 aspects in the central state relationship.
ഇത് പോയിന്റുകൾ കണ്ടോ, കൂടി വരുന്ന കണ്ടോ. ഈ ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പിനെ തന്നെ 4 ആസ്പെക്റ്റുകളായിട്ട് നമുക്ക് പഠിക്കണം. 4 ആസ്പെക്റ്റുകൾ, അതായത് ടെറിറ്ററിയൽ എക്സ്റ്റെൻഡ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. അതായത് ഒരു നിയമനിർമ്മാണത്തിൽ ഏതൊക്കെ പരിധി വരെയാകാം കേന്ദ്രത്തിന്, ഏത് പരിധി വരെയാകാം സംസ്ഥാനത്തിന്, ഏത് മേഖലയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്താം കേന്ദ്രത്തിന്, ഏത് മേഖലയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്താം സ്റ്റേറ്റിന്. ഇതാണ് ഒന്നാമത്തത്. 4 ആസ്പെക്റ്റാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൽ വരുന്നത്. രണ്ടാമത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്. ഇത് ഏതൊക്കെ മേഖലകളിലാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്, കേന്ദ്രത്തിന് ഏതൊക്കെ മേഖലകളിൽ നിയമനിർമ്മാണം നടത്താം, ആർക്ക്, സ്റ്റേറ്റിന്. ഇവിടെ പറയുന്നത് ഇതെല്ലാം നമുക്ക് വിശദീകരിച്ച് പഠിക്കാം, ഇത് ഹെഡിങ് ആയിട്ട് ആദ്യം പഠിക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്, ഏതൊക്കെ വിഷയങ്ങളിൽ കേന്ദ്രത്തിന് നിയമനിർമ്മാണം നടത്താം, ഏതൊക്കെ വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താം. ഇതിനെയാണ് ലിസ്റ്റുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ലിസ്റ്റുകൾ ഇവിടെയാണ്, ഈ ഹെഡിങ്ങിലാണ് 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എല്ലാം കൂടി കുഴയരുത്, നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. നമ്മുടെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ, ഈ 3 തലങ്ങളിലാണ് അധികാര വിഭജനം നടക്കുന്നത്. ജുഡീഷ്യൽ പവർ ഒരിക്കലും ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ലെജിസ്ലേറ്റീവ് റിലേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 11ലാണ്, ആർട്ടിക്കിൾ 245 to 255 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഈ ലെജിസ്ലേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് റിലേഷൻ തന്നെ 4 ആസ്പെക്ട്സ് ആയിട്ട് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് ടെറിറ്ററിയൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണ്, ഏതൊക്കെ ഏരിയകളിൽ വരെ യൂണിയൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം, ഏതൊക്കെ മേഖലകൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താം. ഇവിടെ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്, ഏതൊക്കെ വിഷയങ്ങളിൽ കേന്ദ്രത്തിന് നിയമനിർമ്മാണം നടത്താം, ഏതൊക്കെ വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താം. ഇനി മൂന്നാമത് പറയുന്നത് പാർലമെൻ്ററി ലെജിസ്ലേഷൻ ദി സ്റ്റേറ്റ് ഫീൽഡ്. മൂന്നാമത്തെ കണ്ടോ, പാർലമെൻ്ററി ലെജിസ്ലേഷൻ ദി സ്റ്റേറ്റ് ഫീൽഡ്. സംസ്ഥാനങ്ങളുടെ ഏരിയയിൽ എപ്പോഴൊക്കെ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റിൽ കിടക്കുന്ന വിഷയങ്ങളിൽ ഏതൊക്കെ സാഹചര്യത്തിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം. വിശദമായി ഓരോന്ന് നമുക്ക് പഠിക്കാം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, സെൻറ്റേഴ്സ് കൺട്രോൾ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഇനി സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താമെങ്കിലും ചില നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന്മേൽ കേന്ദ്രത്തിനൊരു കൺട്രോൾ ഏർപ്പെടുത്താൻ കഴിയും. സംസ്ഥാനം നിയമം നിർമ്മിക്കുന്നതിൽ കേന്ദ്രത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം ഏതൊക്കെ മേഖലകളിൽ. സുഹൃത്തുക്കളെ, വ്യക്തമായി മനസ്സിലാക്കി പോകണേ, ഇല്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. നമ്മൾ മെയിനായിട്ടുള്ള പോയിൻ്റ് ആദ്യം മനസ്സിൽ വരിക, 3 മേഖലകളിലാണ് ഈ അധികാര വിഭജനം വരുന്നത്. ആ 3 മേഖലയിലെ ആദ്യത്തേതാണ് നമ്മൾ പറയുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പാണ്. അത് പാർട്ട് 11 245 മുതൽ 255 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് പറയുന്നത്. അങ്ങനെ ലെജിസ്ലേറ്റീവ് റിലേഷനെ നമുക്ക് 4 ആസ്പെക്റ്റുകളിലായി പഠിക്കാമെന്ന് പറഞ്ഞു. ടെറിറ്ററിയൽ എക്സ്റ്റെൻറ്റും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്, പാർലമെൻ്ററി ലെജിസ്ലേഷൻ ദി സ്റ്റേറ്റ് ഫീൽഡ്, സെൻറ്റേഴ്സ് കൺട്രോൾ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഇനി ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആശയക്കുഴപ്പമില്ലല്ലോ, കൺഫ്യൂസ്ഡ് ആയിട്ടില്ലല്ലോ? യെസ്. അടുത്തത് നമ്മൾ പറയുന്നത് ടെറിറ്ററിയൽ. നമ്മൾ ഈ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ് പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം ഇത് ലെങ്തിയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ അഡ്മിനിസ്ട്രേഷനും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പും മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മൊത്തം നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകാം. മനസ്സിലാവുന്നുണ്ടല്ലോ? പഠിക്കുന്നത് വ്യക്തതയോടെ പോകണം. ഇനി ടെറിറ്ററിയൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കാണുക, ഏതൊക്കെ ഏരിയ വരെ സെൻട്രലിന് നിയമനിർമ്മാണം നടത്താം, ഏതൊക്കെ പ്രദേശങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താം, അതല്ലേ ആദ്യം പറയേണ്ടത്. അപ്പോൾ അതാണ് ടെറിറ്ററിയൽ എക്സ്റ്റെൻഡ്. പാർലമെൻറ്റ് ക്യാൻ മേക്ക് ലോ ഫോർ ദി ഹോൾ or any part of the territory of India, which includes states, union territories and any other area designated as territory of India. എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇന്ത്യയുടെ ഒട്ടാകെ മേഖലകളെ ബാധിക്കുന്ന നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്.
ഏത് പാർട്ടിലും, അത് ഇന്ത്യ ഒട്ടാകെ, ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ, എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് എനി അതർ ഏരിയ ഡെസിഗ്നേറ്റഡ് ആസ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഉൾപ്പെട്ട, ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട ഏത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന, ഏത് യൂണിയൻ ടെറിട്ടറിയെ ബാധിക്കുന്ന, കേന്ദ്രത്തിൻ്റെ അതിർത്തിയിലുള്ള ഏത് പ്രദേശങ്ങളെ ബാധിക്കുന്ന നിയമനിർമ്മാണം നടത്താനും കേന്ദ്രത്തിന് അധികാരമുണ്ട്. ഇതാണ് അതിൻ്റെ ടെറിട്ടറിയൽ, കേന്ദ്രത്തിൻ്റെ ടെറിട്ടറിയൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അതായത് നോക്കൂ, പാർലമെൻറ്റ്, ഇനി അതും കൂടെ ശ്രദ്ധിക്കണം, പാർലമെൻറ്റ് ഓൾസോ പൊസസ് ദി പവർ ഓഫ് എക്സ്ട്രാ ടെറിട്ടറിയൽ ലെജിസ്ലേഷൻ. നോക്കൂ, പവർ ഓഫ് എക്സ്ട്രാ എന്താണ് ടെറിട്ടറിയൽ ലെജിസ്ലേഷൻ. ഇതിന് പുറമെ എക്സ്ട്രാ ടെറിട്ടറിയൽ ലെജിസ്ലേഷൻ പവർ കൂടി ഇതിന് കേന്ദ്രത്തിനുണ്ടെന്നാണ് പറയുന്നത്. അതിന് മീനിങ് എന്താണെന്ന് നോക്കൂ. എക്സ്ട്രാ ടെറിട്ടറിയൽ ലെജിസ്ലേഷൻ പവർ എന്ന് പറഞ്ഞാൽ meaning its laws are applicable to Indian citizen and their property in any part of the world. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ് ഇന്ത്യക്കകത്തുള്ള ഏത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന, ഏത് യൂണിയൻ ടെറിട്ടറിയെ ബാധിക്കുന്ന, ഇന്ത്യൻ അതിർത്തിയിൽപ്പെട്ട ഏത് പ്രദേശത്തെയും ബാധിക്കുന്ന നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നു പാർലമെൻറ്റിന് ഒരു എക്സ്ട്രാ ടെറിട്ടറി ലെജിസ്ലേഷൻ പവർ കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പൗരന്മാരെ ബാധിക്കുന്ന നിയമങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ പൗരന്മാരുടെ സ്വത്തുവകകൾ ഏത് രാജ്യത്തുണ്ടോ അതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്താനും പാർലമെൻറ്റിന് അധികാരമുണ്ട്. വലിയ പവറാണ് അല്ലേ? അപ്പം ടെറിട്ടറിയൽ എക്സ്റ്റെൻഡ് കണ്ടോ, വാസ്റ്റാണ്. നമ്മുടെ പാർലമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ടെറിട്ടറിയൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ അത് വാസ്റ്റാണ് എന്ന് മനസ്സിലായി. അപ്പോൾ സംസ്ഥാനത്തിൻ്റെയോ, എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ക്യാൻ മേക്ക് ലോസ് ഫോർ ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന് മൊത്തമായിട്ടോ ആ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് മാത്രമായിട്ടോ ഒരു നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട്. ആ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ഇപ്പം കേരളത്തെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമേ നടത്താവൂ എന്നർത്ഥം. കേരളം ഒരു നിയമനിർമ്മാണം നടത്തിയാണ് അടുത്ത് കിടക്കുന്ന തമിഴ്നാടിനെ ബാധിക്കുന്ന രീതി, തമിഴ്നാടിന് വേണ്ടിയിട്ടൊരു നിയമം അങ്ങനെ നിർമ്മിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിൻ്റെ എക്സ്റ്റെൻറ്റ് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ക്യാൻ മേക്ക് ലോസ് ഫോർ ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തമായിട്ടോ ആ സംസ്ഥാനത്തിനുള്ളിലെ ഏതെങ്കിലും പ്രദേശങ്ങളെ ബാധിക്കുന്ന രീതിയിലോ നിയമനിർമ്മാണം നടത്താനേ സംസ്ഥാനത്തിന് അധികാരമുള്ളൂ. വ്യക്തമായില്ലേ? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ടെറിട്ടറിയൽ എക്സ്റ്റെൻഡ്, നമ്മുടെ എന്താണ് ലെജിസ്ലേറ്റീവ് പവർ, ടെറിട്ടറിയൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് എന്താ പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ദി സബ്ജക്ട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു ത്രീ ലിസ്റ്റ് ഇൻ ദി 7th ഷെഡ്യൂൾ. വെരി 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 ഇമ്പോർട്ടൻ്റ്. നമ്മുടെ power of government, power of central government and state government is divided into 3 different list of subjects. These are stated in 7th schedule of Indian Constitution. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എന്താണ് നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഏരിയ, ഇത് വിഷയങ്ങൾ. ഏതൊക്കെ വിഷയങ്ങളിൽ കേന്ദ്രത്തിന് നിയമനിർമ്മാണം നടത്താം, ഏതൊക്കെ വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെവിടെയാണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ 7th ഷെഡ്യൂൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂളുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിലവിൽ 12 ഷെഡ്യൂളുകൾ. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8th ഷെഡ്യൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷെഡ്യൂളുകളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊന്ന് ഓടിച്ച് പറയാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഷെഡ്യൂൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സെക്കൻഡ് ഷെഡ്യൂൾ ഇമോൾമെൻറ്റ്സ് ഓർ സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവർണർ, സ്പീക്കർ എക്സെട്ര. തേർഡ് ഷെഡ്യൂൾ ഓത്ത് ആൻഡ് അഫർമേഷൻ, സത്യപ്രതിജ്ഞകളും ഉറപ്പുകളും. ഫോർത്ത് ഷെഡ്യൂൾ വെരി ഇമ്പോർട്ടൻ്റ്, 4ാമത്തത് സീറ്റ് അലോക്കേഷൻ ടു രാജ്യസഭ, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ സീറ്റ് നിർണയം.
5 5th ഷെഡ്യൂൾ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ്, ചില പ്രത്യേക ഭൂവിഭാഗങ്ങളുടെ ഭരണം. ഷെഡ്യൂൾ 6 നമ്മൾ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾ 6. ഷെഡ്യൂൾ 6 അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സ്, ഗോത്രവർഗങ്ങളുടെ ഭരണം. 7th ലിസ്റ്റ്, 7 കണ്ടോ ലിസ്റ്റ്. 8th ലാംഗ്വേജസ്. 9th പിന്നീട് 8th വരെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് കൂടി ചേർത്തത്. 9th ലാൻഡ് റിഫോംസ്. 10th ആൻറ്റി ഡിഫെക്ഷൻ ലോ. 11th പഞ്ചായത്ത് രാജ്. 12th മുനിസിപ്പാലിറ്റീസ് അഥവാ നഗരപാലികാ ബില്ല്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു പിക്ചറായിട്ട്, ഒരു ചാർട്ടായിട്ട് ഉണ്ടാകണം എപ്പോഴും ഈ ഷെഡ്യൂളുകൾ. പോട്ടെ, അപ്പോൾ ആ ഷെഡ്യൂളിൽ 7ാം ഷെഡ്യൂൾ നമ്മുടെ ഇപ്പോഴത്തെ വിഷയമാണ്. 7ാം ഷെഡ്യൂളിലാണ് പവർ ഓഫ് ഗവൺമെൻറ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഡിഫറൻറ്റ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റുകൾ ഉണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാം. നിങ്ങൾക്ക് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റുകൾ ആണ് 7th ഷെഡ്യൂളിൽ ഉണ്ടെന്ന് പറയുന്നത്. ആ യൂണിയൻ ലിസ്റ്റ്, ഞാൻ ആദ്യം ആ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാച്ചർ ആൻഡ് സബ്ജക്ട്സ് ആദ്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം. എന്താണ് യൂണിയൻ ലിസ്റ്റ് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. യൂണിയൻ ലിസ്റ്റ് മീൻസ് എ ലിസ്റ്റ് വിച്ച് കണ്ടെയ്ൻ സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. അതായത് നാഷണൽ, ഈ വാക്കാണ് ഓർക്കേണ്ടത്. യൂണിയൻ ലിസ്റ്റ് മീൻസ് ലിസ്റ്റ് വിച്ച് കണ്ടെയ്ൻ സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അടങ്ങുന്ന ലിസ്റ്റ്. അടുത്ത ചോദ്യം ഇത് നിങ്ങൾ ഓർക്കാം. എക്സ്ക്ലൂസീവ് അതോറിറ്റി, ആ ലിസ്റ്റിന്മേലുള്ള അധികാരമാർക്കാണ്? ഒരു സംശയം വേണ്ട, യൂണിയൻ ലിസ്റ്റ് അല്ലേ. അപ്പോൾ the parliament has exclusive power to make law with respect to any of the matters enumerated in this list. എന്ന് പറഞ്ഞാൽ the union government or central government or parliament, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പാർലമെൻറ്റിനാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളത്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യ ബോറോഡ് യൂണിയൻ ലിസ്റ്റ് ഫ്രം കാനഡ, മറന്നു പോകരുത്. ഇതിനകത്ത് വന്നിട്ടില്ല, അത് ഓർമ്മിച്ചോളുക. കാനഡയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടം വാങ്ങിയത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ ലിസ്റ്റ് മീൻസ് എ ലിസ്റ്റ് വിച്ച് കണ്ടെയ്ൻ സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. Who has exclusive power to formulate a law on the subjects included in the union list? Union government or parliament. ഏത് വാക്കുപയോഗിക്കാം, പക്ഷെ നിയമനിർമ്മാണം നടത്തുന്നത് യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റ് ആയതുകൊണ്ട് ദി പാർലമെൻറ്റ് ഹാസ് ദി എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു എനി ഓഫ് ദി മാറ്റേഴ്സ് എന്യൂമറേറ്റഡ് ഇൻ ദിസ് ലിസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി നമ്പർ ഓഫ് സബ്ജക്ട്സ്, അതാണ് ഇനി വേണ്ടത്. എത്ര വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് പല റാങ്ക് ഫയലുകളിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ് ആൻസർ കിടക്കുന്നത്. ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദി യൂണിയൻ ലിസ്റ്റ് പ്രസൻ്റ്ലി ഹാസ് 98 സബ്ജക്ട്സ്. ഇറ്റ് ഒറിജിനലി കണ്ടെയ്ൻഡ് 97 സബ്ജക്റ്റ്. ഭരണഘടന തുടക്കത്തിൽ നിങ്ങളെടുത്ത് നോക്കൂ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ വന്നവസാനിക്കുന്നത് 97 എന്ന് പറഞ്ഞ നമ്പറിലാണ്, 97. എന്നാൽ അതിൽ 100 ഉണ്ട് താനും. കാരണം 92 ABC എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ശരിക്കും 100 വിഷയങ്ങളുണ്ട്. പക്ഷെ 97 നമ്പറിൽ അവസാനിക്കുന്നത് കൊണ്ട് നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. 97 ആണ് ലാസ്റ്റ് നമ്പർ അവസാനിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് 3 വിഷയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് 100 വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. മനസ്സിലാകുന്നുള്ളൂ? നമ്പർ അവസാനിക്കുന്ന 97 100 വിഷയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ അത് 98 ഇപ്പം മാറി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കറിയാം 2016 101 ഭരണഘടനാ ഭേദഗതി 101 അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എത്രയാണ്? 101 ഭേദഗതി 2016. ആ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ ലിസ്റ്റിൽ കിടന്ന ടാക്സുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ ഒഴിവാക്കപ്പെട്ടു.
അപ്പോൾ എത്രയായിട്ട് മാറി? 98 മാറി. അതാണ് ദാ കിടക്കുന്ന 98. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ ഒന്നുകൂടെ പറയാം. എന്തുകൊണ്ട് അത് 2 എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ GST എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചരക്ക് സേവന നികുതി അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്നും അറിയാം. പരോക്ഷ നികുതി, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചുമത്തിയിരുന്ന വിവിധ ഇനം പരോക്ഷ നികുതികൾ ലയിപ്പിച്ച് ഒറ്റ നികുതി സമ്പ്രദായം നടപ്പിലാക്കിയതല്ലേ GST എന്ന് പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ ഒറ്റ നികുതി സമ്പ്രദായം നടപ്പിലാക്കിയപ്പോൾ ഈ ലിസ്റ്റിൽ കിടന്ന നികുതിയുമായി ബന്ധപ്പെട്ട് കിടന്ന 2 വിഷയങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. അത് ഒഴിവാക്കി അങ്ങനെ 100 ആയിരുന്നത് 98 കുറഞ്ഞു. വാസ്തവത്തിൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ 97 എന്ന് തന്നെ പറയുക. അതിൽ ഇടയ്ക്ക് 2-3 വിഷയങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് ചേർത്താണ് ഞാൻ 100 എന്ന് പറഞ്ഞത്. എന്നാൽ ആ 100-ൽ നിന്ന് 2 എണ്ണം ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടു. ഏത്? GSTയുടെ വരവോടുകൂടി. 2017 ജൂലൈ 1-ാം തീയതിയാണല്ലോ ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. GST came into force in 2017 ജൂലൈ 1. മറക്കരുത്. ജൂലൈ നോക്കൂ, GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? 101 അമെൻമെൻറ്റ് ആക്ട് 2016. GST ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് മാർഗം തിരിഞ്ഞൊക്കെ ചോദിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? ഇപ്പം ക്ലിയർ അല്ലേ? എങ്ങനെ 98 മാറിയതെന്നും നേരത്തെ ഉണ്ടായിരുന്നതും ക്ലിയറായി. അടുത്തത്, ഇനി ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇവിടെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ചോദിക്കുന്ന 1-2 വിഷയങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 98 വിഷയങ്ങളൊന്നും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ 2ാമത്തെ ക്ലാസ്, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ 2ാമത്തെ ഒരു വീഡിയോ ക്ലാസ്, ഈ ടോപ്പിക്കിൻ്റെ എൻഡിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്നതിൽ നിന്നും അഡീഷനായിട്ട് വരുന്ന കുറേ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളും കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ അത്യാവശ്യമുള്ള പഠിക്കുക. യൂണിയൻ ലിസ്റ്റ് ഇൻക്ലൂഡഡ് ദ സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. എക്സാമ്പിൾസ്: ഡിഫൻസ്, പ്രതിരോധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഷയമല്ലേ, പാർലമെൻറ്റിന് മാത്രമല്ലേ അതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിലെ ഡിഫൻസ് മിനിസ്റ്റർ ആരെന്നൊക്കെ നമ്മൾ പഠിക്കുമോ? ഇല്ലല്ലോ, അങ്ങനെ ഏർപ്പാടേ ഇല്ല സംസ്ഥാനത്തിന്. അപ്പം ഡിഫൻസ്, പ്രതിരോധം, ബാങ്കിങ്, ഫോറിൻ അഫേഴ്സ്, വിദേശകാര്യം, അതുപോലെ തന്നെ കറൻസി, അറ്റോമിക് എനർജി, ആണവോർജം, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്, അന്തർ സംസ്ഥാന വ്യാപാരങ്ങൾ, സെൻസസ്. ഓരോ 10 വർഷം കഴിയുമ്പോഴും സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ജോലിയാണ്. അപ്പോൾ അത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് സെൻസസ് ആൻഡ് ഓഡിറ്റ്. ഇത് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇനിയും ഒരുപാട് വരും. റെയിൽവേസ്, ലോട്ടറീസ്, ഇൻകം ടാക്സ്, CBI, ഇമ്പോർട്ടൻ്റ് പോർട്സ്, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, മേജർ പോർട്സ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അത് നമുക്ക് പിന്നീട് കുറച്ചുകൂടി വിശദമായി നമുക്ക് കുറേ വിഷയങ്ങൾ കൂടി നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും മനസ്സിലായോ? യൂണിയൻ ലിസ്റ്റ് മനസ്സിലായോ? ഭംഗിയായി പഠിക്കണം. ഈ സബ്ജക്റ്റുകൾ പലർക്കും, നമ്പർ ഓഫ് സബ്ജക്ട്സ് പലർക്കും സംശയം വരും. അതിൽ ആശയക്കുഴപ്പം ഇപ്പോൾ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റഡ് ഓഫ് എത്ര? 97, ആക്ച്വലി 100 അല്ലേ? ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ബൈ 101 അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2016 GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. When GST was introduced, 2 subjects relating to taxes were deleted from the union list. So at present, currently 98 subjects are there in യൂണിയൻ ലിസ്റ്റ്. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ലിസ്റ്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. നോക്കൂ, അടുത്ത സ്റ്റേറ്റ് ലിസ്റ്റ്. വ്യക്തമായി പഠിച്ചു പോകണേ, മറന്നു പോകരുത്. അവിടെയും നമ്മൾ ഈ ഒരു ഫോമാറ്റ് മനസ്സിൽ വെച്ചാൽ മതി. ആദ്യം എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് ആദ്യം ഒന്ന് പറ. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദി ലിസ്റ്റ് വിച്ച് കണ്ടെയ്ൻ സബ്ജക്ട്സ് വിച്ച് ഹാവ് ലോക്കൽ ഇമ്പോർട്ടൻസ് ടു ദി സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളടങ്ങുന്ന ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളടങ്ങുന്ന ലിസ്റ്റ്. നാഷണൽ ഇമ്പോർട്ടൻസ് അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് സബ്ജക്ട്സ് പ്രൈമർലി ടു മാറ്റേഴ്സ് ഓഫ് റീജണൽ ആൻഡ് ലോക്കൽ ഇമ്പോർട്ടൻസ്. കണ്ട, പ്രാദേശികമായ പ്രാധാന്യമുള്ള വിഷയങ്ങൾ. ഇനി ഇങ്ങോട്ടേക്ക് വരാം.
അതോറിറ്റി, നോർമൽ അതോറിറ്റി, അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ആ എക്സ്ക്ലൂസീവ് പവർ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അല്ല, നോർമൽ അതോറിറ്റി. നോർമലായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ദി എക്സ്ക്ലൂസീവ് പവർ എന്ന് പറഞ്ഞോളൂ. നോർമലായിട്ട് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് പവർ. സാധാരണ സാഹചര്യങ്ങളിൽ അബ്നോർമൽ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇങ്ങനൊരു എക്സ്ക്ലൂസീവ് പവർ ഇല്ലാതായി മാറുന്നത്. ആർക്ക്? സ്റ്റേറ്റിന്. ഇപ്പം നിങ്ങൾ എക്സ്ക്ലൂസീവ് പവർ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇൻ നോർമൽ circumstance, the state legislature has exclusive power to make laws with respect to any of the matters enumerated in the state list under എപ്പോഴും normal circumstances. അപ്പോൾ the state governments have exclusive power to formulate law on the subjects recorded in the അല്ലെങ്കിൽ mentioned in the state list in normal circumstances. But in abnormal circumstances, this parliament takes this power. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർലമെൻറ്റ് ഈ അധികാരം എടുത്തു കളയും. അതിലേക്ക് വരാം, നമുക്ക് അത് പഠിക്കാനുള്ളതാണ്. സബ്ജക്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അത് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് വിച്ച് കണ്ടെയ്ൻ സബ്ജക്ട്സ് വിച്ച് ഹാവ് ലോക്കൽ ഇമ്പോർട്ടൻസ് ടു സ്റ്റേറ്റ്. സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക പ്രാധാന്യം ഉള്ള വിഷയങ്ങൾ അടങ്ങുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഹു ഹാസ് അതോറിറ്റി ടു ഫോർമുലേറ്റ് ലോ ഓൺ ദി സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ്? ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ്. ക്ലിയർ അല്ലേ? ഇനി നമ്പർ ഓഫ് സബ്ജക്ട്സ്, അതല്ലേ നമ്മൾ പഠിക്കാനുള്ളത്. നമ്പർ ഓഫ് സബ്ജക്ട്സ് പ്രസൻ്റ്ലി ദിസ് ലിസ്റ്റ് ഹാസ് 59 സബ്ജക്റ്റ്. ഒറിജിനലി ദിസ് ലിസ്റ്റ് കൺസിസ്റ്റഡ് ഓഫ് 66. കുറഞ്ഞു, ഇവിടെയും കുറഞ്ഞു. 66 വിഷയങ്ങളുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 66 വിഷയങ്ങൾ. എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെ അത് 59 മാറിയെന്ന് പറയുമ്പം 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പറയണം, നോക്കൂ, 66 വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാൽ under 42nd Amendment Act of 1976, 5 subjects were transferred from state list to concurrent list. ഈ 66 വിഷയങ്ങളുണ്ടായിരുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 1976 42ാം ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 5 സബ്ജക്ട്സ്. അത് ഏത് വിഷയങ്ങളാണെന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരാം. നോക്കൂ, 5 വിഷയങ്ങൾ ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജുഡീഷ്യറി എക്സെപ്റ്റ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. അല്ലേ? അതായത് വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവുകളും തൂക്കങ്ങളും, സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെ കോടതികളുടെ ഭരണം. ഈ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്നതാണ്. ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള 5 വിഷയങ്ങൾ എടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42ാം ഭേദഗതി പഠിച്ചു വയ്ക്കണം. അങ്ങനെ മാറ്റിയപ്പോൾ എത്രയായി? കുറഞ്ഞു. 66 എന്നുള്ളത് 61 മാറിയില്ലേ? 61 മാറിയില്ലേ? മാറി. അത് അവിടെ. പക്ഷേ ഇപ്പം നമ്മൾ 89 എന്നല്ലേ പറയുന്നത്. ഇവിടെയും നേരത്തെ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം ബാധകമാണ്. ബൈ 101 Amendment Act of 2016, when GST was introduced, 2 subjects were deleted from state list also. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ടാക്സുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ ഒഴിവാക്കപ്പെട്ടു. അപ്പോഴവിടെ എത്രയായി മാറി? 66-ൽ നിന്ന് 5 പോയി, വീണ്ടും 2 പോയി, അങ്ങനെ 59 മാറി. അതാണ് ഇതാ കിടക്കുന്ന 59. ഈ സബ്ജക്റ്റുകളുടെ നമ്പരുമായി ബന്ധപ്പെട്ട് പലർക്കും പല ഡൗട്ടുണ്ട്. ആ ഡൗട്ട് എല്ലാം ക്ലിയർ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ക്ലാസ് കഴിയുമ്പോൾ. ഇതിൽ ആശയക്കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയറായോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലൊരു ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വന്നില്ല എങ്കിൽ ക്ലാസ് ഒന്നുകൂടി കാണുക. കണ്ടിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ചെയ്യുക. സഹകാരി റൈസ് പ്ലസിലേക്ക് ഞാൻ അവിടെ മറുപടി നൽകും, നിങ്ങൾക്ക് കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും മനസ്സിലായി.
ഇനി ഞാൻ ചോദിക്കട്ടെ, സ്റ്റേറ്റ് ലിസ്റ്റ് ഇന്ത്യ ബോറോഡ് ഫ്രം വിച്ച് നാഷൻ, അതും എന്താണ് കാനഡയിൽ നിന്ന് തന്നെയാണ്. യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി ഇമ്പോർട്ടൻ്റ് സബ്ജക്ട്സ് വിശാലമായി ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു, എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. നോക്കൂ, ഇൻക്ലൂഡ് പബ്ലിക് ഓർഡർ. പബ്ലിക് ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, അത് തന്നെയാണ്. ക്രമസമാധാന പരിപാലനം. നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന പരിപാലനത്തിന് വിഘ്നം സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് ഇടപെടേണ്ടത്? പോലീസല്ലേ, അല്ലേ? ഇപ്പം തിരുവനന്തപുരത്ത് ഒരു 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ സംഘടന നടക്കുന്നു, നമ്മളെന്ത് പറയും? കേന്ദ്രസേനയെ വിളിക്കൂ എന്നാണോ പറയുന്നത്? അല്ല, നമ്മൾ പോലീസിനെ വിളിക്കാനല്ലേ പറയുള്ളൂ. മനസ്സിലാകുന്നല്ലോ, അത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്, സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് പബ്ലിക് ഓർഡർ അഥവാ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. അതിലുൾപ്പെട്ട തന്നെയാണ് ഞാൻ പറഞ്ഞു പോലീസ്. പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം, അതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട, ഇതെടുത്ത് ചോദിക്കുന്നതാണ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, പൊതുജനാരോഗ്യം ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, അവരുടെ ലിസ്റ്റിൽ കിടക്കുന്ന വിഷയമാണിത്. ഇതാ വരുന്നു ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് അഗ്രികൾച്ചർ, കൃഷി. ഇതൊക്കെ എടുത്ത് ചോദിക്കുന്ന വിഷയമാണ്. നിങ്ങൾ ഈ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുമല്ലോ, മാച്ച് ദി ഫോളോയിങ്, അതിലൊക്കെ നോക്കണം. അഗ്രികൾച്ചർ കിടക്കുന്നെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് തന്നെ പറയണം. പോലീസ്, പബ്ലിക് ഹെൽത്ത്, മെയിൻ്റനൻസ് ആൻഡ് ലോ ആൻഡ് ഓർഡർ, പ്രിസൺ, ജയില്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന പോയിന്റുകളാണ്. ലോക്കൽ സെൽ ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണം, അതൊക്കെ മറക്കുകയില്ല. എന്തുകൊണ്ട്? തദ്ദേശ സ്വയംഭരണം സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ടതായതുകൊണ്ടാണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായി മാറുന്നത്, അല്ലേ? ബാക്കി എത്രയോ തെരഞ്ഞെടുപ്പുകൾ, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുമ്പോൾ ഇലക്ഷൻ ടു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ, ഇലക്ഷൻ ടു ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ് ആർ കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. എന്തുകൊണ്ട്? ബിക്കോസ് ലോക്കൽ സെൽ ഗവൺമെൻറ് ഈസ് എ സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ്, മറക്കരുത്. അപ്പോൾ ലോക്കൽ സെൽ ഗവൺമെൻറ്, ഫിഷറീസ്, മത്സ്യബന്ധനം, അതുപോലെ തന്നെ മാർക്കറ്റ്സ്, തിയേറ്റേഴ്സ് ആൻഡ് ഗാംബ്ലിംഗ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിശദമായ വിഷയങ്ങളിലേക്ക് നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. ഈ ടോപ്പിക്കിൻ്റെ എൻഡിൽ ഈ 3 ലിസ്റ്റുകളിൽപ്പെട്ട കുറച്ചുകൂടി വിശാലമായ വിഷയങ്ങളും കൂടി നമുക്ക്, വാസ്തവത്തിൽ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നത്. കുറച്ചുകൂടി വിശാലമായിട്ട് നമുക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതൊന്ന് നന്നായി മനസ്സിലാക്കി വെച്ചോളൂ. ക്ലിയർ ആയല്ലോ? 2 ലിസ്റ്റുകൾ മനസ്സിലായോ? ദെൻ മൂന്നാമത്തത് വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടെ പറയാം. 42nd അമെൻമെൻറ്റ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് സബ്ജക്ട്സ്, ഇവിടെ ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ? ദി 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ട്രാൻസ്ഫേർഡ് 5 സബ്ജക്ട്സ് ഫ്രം ദി സ്റ്റേറ്റ് ലിസ്റ്റ് ടു ദി കൺകറന്റ് ലിസ്റ്റ്. ദീസ് 5 ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് ആർ പരീക്ഷയ്ക്ക് ചോദിക്കാതെ. ഇതാ വരുന്നു എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോർട്ട്സ് എക്സെപ്റ്റ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മതി, കോടതികളുടെ ഭരണം ഹൈക്കോടതിയും സുപ്രീം കോടതി ഒഴികെ, അങ്ങനെ പറഞ്ഞാൽ ഹൈക്കോടതിയും സുപ്രീം കോടതി ഒഴികെയുള്ള കോടതികളുടെ ഭരണം. നോക്കൂ, ഈ 5 വിഷയങ്ങൾ. എഡ്യൂക്കേഷൻ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. വിദ്യാഭ്യാസം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. വനങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. അളവുകളും തൂക്കങ്ങളും, വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വന്യജീവി സംരക്ഷണം, അല്ലേ? അതും തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽപ്പെട്ടതാണ്. സ്റ്റേറ്റിലായിരുന്നു നേരത്തെ, ഇപ്പം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ കൂട്ടത്തിലുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജുഡീഷ്യറി എക്സെപ്റ്റ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഹൈക്കോടതിയും സുപ്രീം കോടതി ഒഴികെയുള്ള കോടതികളുടെ ഭരണം. ഈ 5 വിഷയങ്ങളാണ് എടുത്തു മാറ്റിയത്. നന്നായി പഠിക്കണം. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വിദ്യാഭ്യാസം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? നിങ്ങൾ പറയണം
കൺകറണ്ട് ലിസ്റ്റ്. പിന്നീട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിദ്യാഭ്യാസത്തെ കൺകറണ്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭേദഗതി എന്ന് 1976. ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കും നിങ്ങൾ. ക്ലിയർ ആയില്ലേ? അത് ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.